സൺഡേ ഫണ്ടേയിൽ അടുത്ത അതിഥീനെ ക്ഷണിക്കാനുള്ള സമയമാണ്. ഗായകൻ ഈ അടുത്തിടെ വളരെ നല്ല നല്ല പാട്ടുകൾ നമ്മളെ കേൾപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലിടം പിടിച്ച, നമ്മുടെ കാതുകളിൽ ഇടം പിടിച്ച, ഉറങ്ങാൻ നേരത്തെ ഈ പാട്ടൊന്ന് കേട്ട് കിടന്നുറങ്ങിയാൽ ഒരു സമാധാനം കിട്ടുമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ആ പാട്ടിനെ എത്തിപ്പിച്ച നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നിരഞ്ജ് സുരേഷ്. നിരഞ്ജ്, നമസ്കാരം. സൺഡേ ഫണ്ടേയിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരുപാട് പരിചയപ്പെടണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. സന്തോഷായി, താങ്ക് യു. അപ്പോൾ ഞാനിങ്ങനെ നിരഞ്ജനെ പറ്റി ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. അതുകൊണ്ട് ആ പാട്ടിൽ തന്നെ തുടങ്ങിയാലോ? ഓക്കെ. പൂമുത്തോളെ നീരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി. ഞാൻ ആക്ച്വലി ഇത് ജോജു ചേട്ടനാണ് എന്നെ ഈ പാട്ട് പാടിപ്പിക്കുന്നത്. സോ ബിഗ് താങ്ക്സ് ടു ഹിം ആൻഡ് രഞ്ജിൻ ചേട്ടൻ. അവർ ഈ പാട്ട് എന്നോട് പാടാൻ പറയുമ്പോൾ ഞാൻ ഞങ്ങൾ പിറ്റേ ദിവസം എനിക്കൊരു ഷോ ഉണ്ട്, അതിൻ്റെ തലേന്നാണ് എന്നോട് ഇത് പാടാൻ പറയണേ. പെട്ടെന്ന് റിലീസ് ചെയ്യണം, നമുക്ക് അത്രയും ടൈമുള്ളൂ. ഫസ്റ്റ് സോങ് നിരഞ്ജൻ്റെ വേർഷനാണ് റിലീസ് ചെയ്യണത്. കാരണം വിജയേട്ടൻ ഓൾറെഡി പാടി വെച്ചിട്ടുണ്ട്. സോ ഹിസ് വേർഷൻ വിൽ ബി യൂസ്ഡ് ഇൻ ദ ഫിലിം. വാസ് ലൈക്ക് ശരി, കുഴപ്പമില്ല, എന്നാലും ഞാൻ പാടാം. മെലഡിയാണ്, ഞാൻ ഇതുവരെയായിട്ട് അങ്ങനെ ഇത്രയും മെലഡി പാടിയിട്ടില്ല. ഞാൻ പോയി സ്റ്റുഡിയോ പാടി. ഞാൻ കേട്ടപ്പോൾ തന്നെ ചേട്ടാ ഇത് ഞാൻ പാടണം. അപ്പം പിന്നെ നിനക്ക് പാടാൻ പറ്റും, കുറച്ച് ഫീൽ കൊടുത്ത് പാടിയത്. ഞാൻ പറഞ്ഞു ശരി, ഞാൻ പാടി കഴിഞ്ഞിട്ട് ഞാൻ ഔട്ടൊക്കെ കേട്ടപ്പോൾ ഞാൻ ചേട്ടാ കുഴപ്പമില്ല, എനിക്കൊരു അറിഞ്ഞൂടാ, ജസ്റ്റ് ഐ ഡിഡ്ന്റ് തോട്ട് ഇൽ ബി ലൈക്ക് യുനോ അത്ര ഒരു സ്പെക്ടാക്കുലർ ആണ് ഫ്രം മൈ സൈഡ്. ഇപ്പം ഞാനത് പുറത്തിറങ്ങി, ആൾക്കാർ ഷെയർ ചെയ്യുന്നു, വാട്സാപ്പിലിടുന്നു, ഇത് ചെയ്യുന്നു, ടാഗ് ചെയ്യുന്നു. ഞാൻ ചേട്ടാ ഇത് കൊള്ളാലോ, ഞാൻ പ്രതീക്ഷിക്കുന്നേ ഇല്ലേ ഈ സംഭവം. ഇതിന് മുമ്പ് വേറൊരു പാട്ടുണ്ടായി, ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള പാട്ട്, അത് പേഴ്സണലി ആർക്കെങ്കിലും വേണ്ടി പാടിയതാണോ? അത് ഒബ്വിയസ്ലി ആണ്, അറിയാം കാരണം വളരെ രസകരമായിട്ടുള്ള ഒരു 7 കൊല്ലത്തൊരു എക്സ്പീരിയൻസ് കിട്ടിയോണ്ട് അത് വളരെ അത് ഭയങ്കര ഫീലോടുകൂടി പാടാൻ പറ്റിയില്ല. അത് സത്യമായിട്ടും. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഗോപിച്ചേട്ടൻ എന്നെ വിളിച്ച് ആ പാട്ട് തരുന്നതും. അതിനു മുമ്പ് വിദ്യാസാഗർ സാറിന്റെ ഒരു പാട്ട് ഞാൻ പാടിയായിരുന്നു, തോപ്പിൽ ജോപ്പ് എന്ന് പറഞ്ഞത്. അപ്പൊ അത് ആ പാട്ട് കേട്ടിട്ടാണ് ഗോപിച്ചേട്ടൻ ഈ പാട്ടിനെ പാടാൻ വിളിച്ചത്. അപ്പൊ രണ്ടും ഒരേ കോണ്ടെക്സ്റ്റ് ആയിരുന്നു, തോപ്പിൽ ജോപ്പിലും അതന്നെ ഇതും അതെ. ഞാൻ പറഞ്ഞത് കൊള്ളാലോ, നമ്മുടെ ലൈഫിന്റെ സിറ്റുവേഷൻ പാട്ടുകൾ വന്ന് ഞാൻ ഇനി ഇങ്ങനെ ഉണ്ടാവും പാട്ടുകൾ. തേച്ചില്ലേ പെണ്ണെ തേച്ചില്ലേ പെണ്ണെ തെപ്പുപട്ടി പോലെ വന്നിട്ടെന്നെ, തേച്ചില്ലേ പെണ്ണെ തേച്ചില്ലേ പെണ്ണെ തെപ്പുപട്ടി പോലെ വന്നിട്ടെന്നെ. ഒരു ഫേസ് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ അത് വളരെ രസകരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ അടുത്ത് ഞാൻ അതിനു വേണ്ടി ഡാൻസും കളിച്ചു. പിന്നെ എവിടെ ഞങ്ങള് എവിടെയാ ചെയ്ത, മസ്കറ്റില് ഒരു ഷോ ചെയ്തു. ഒരു ഫണ്ണായിട്ടുള്ള ഒരു ടൈപ്പില്. ശ്രീജിത്ത് ആണ് അതിന്റെ കൊറിയോഗ്രാഫി. ഗംഭീരായിരുന്നു. അത് ചെയ്യാനൊരു സുഖം ഉണ്ടായിരുന്നു. പാട്ടൊരു പ്രത്യേകിച്ച് അനുഭവങ്ങളുള്ളവർക്ക്. ചേച്ചി എടപ്പള്ളിക്കാരനാണ്. അച്ഛനും അമ്മയൊക്കെ ഇവിടെ തന്നെ. അച്ഛനും അമ്മയും ടീച്ചേഴ്സാണ്, പ്രൊഫസേഴ്സാണ്. ഭൗതിക ശാസ്ത്രവും സംഗീതവും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്തു? വളരെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന ഒരു എന്റെ അച്ഛനും രണ്ടുപേരും പക്ക ഒരു പ്രൊഫഷണൽ സൈഡിലാണ്. പക്ഷെ എന്റെ അച്ഛൻ പാടും, ഈ ലവ്സ് ക്ലാസിക്കൽ മ്യൂസിക്. അപ്പൊ അച്ഛൻ പാടുകയും ചെയ്യും. അപ്പൊ അതിൽ നിന്നാണ് എനിക്ക് ആ ഒരു ഇതിനോടുള്ള ട്രെയിറ്റ് വന്നത്. പിന്നെ പക്ഷെ അച്ഛനല്ല എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത്. അച്ഛൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ പുഷ് ചെയ്തേക്കുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. എൻ്റെ ഫോഴ്സ് ബിഹൈൻഡ് മീ, അല്ലെങ്കിൽ ദ സക്സസ് ബിഹൈൻഡ് മീ ഇസ് മൈ മോം. അമ്മയാണ്. പിന്നെ ഒബ്വിയസ്ലി ഭാര്യ വന്നത് കൂടെ ജോയിൻ ചെയ്ത് ഭാര്യ അമ്മയും കൂടെ ഒരുമിച്ച്. Life is fun now. It is fun. Every day is a fun day. Yeah, because I'm making actually a fun day because I don't want a bad side or a small point in my blank page. I always want my page to be blank. Because that only then we can do whatever we love to do. അല്ലെങ്കിൽ only then I can move my pages around. എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ.